ഉള്ളവരോടെല്ലാം വളരെ സ്നേഹത്തോടെയും കരുതലോടെയും സംസാരിക്കുന്ന നിങ്ങളുടെ പാർട്ട്ണർ, പാരന്റ് അല്ലെങ്കിൽ ഫ്രണ്ട് നിങ്ങളെ മാത്രം എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വേദനിപ്പിക്കുന്നത്? കഴിയും വിധം എല്ലാ സപ്പോർട്ടും നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ടും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് നിരാശ മാത്രം. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാൾ ഇങ്ങനെ പെരുമാറുന്നതിന് പിന്നിൽ നിങ്ങളുടെ കഴിവില്ലായ്മയോ അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് വ്യക്തിപരമായുള്ള വിരോധം മൂലമോ അല്ല. പിന്നെന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് നോക്കാം. നാർസിസിസ്റ്റുകൾക്ക് മുതിർന്നു കഴിഞ്ഞാലും മറ്റൊരാളുടെ വിഷമം അല്ലെങ്കിൽ സാഹചര്യം അറിഞ്ഞു പെരുമാറാൻ സാധിക്കാറില്ല. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾക്കൊരു പനി വന്നെന്നിരിക്കട്ടെ. അവരൊന്നുകിൽ നിങ്ങളെ ജോലി ചെയ്യാൻ നിർബന്ധിക്കും, അല്ലെങ്കിൽ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ മരുന്നെല്ലാം കഴിച്ച് ജോലിയെല്ലാം ചെയ്യും. എല്ലാവരും അങ്ങനെയാണ്. ഈ രീതിയിലുള്ള കുത്തുവാക്കുകൾ കൊണ്ട് നോവിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സാഹചര്യത്തിന്റെ പ്രാധാന്യവും നിങ്ങളുടെ വേദനയും അവർ മനസ്സിലാക്കുന്നില്ല. എന്നാൽ ഇതേ സ്ഥാനത്ത് പുറമേ നിന്നുള്ള ഒരാളാണെങ്കിൽ അവരോട് വളരെ കരുതലോടും ദയയോടും കൂടി സംസാരിക്കും. ഇതെന്തുകൊണ്ടെന്നാൽ നാർസിസ്റ്റുകൾക്ക് സമൂഹത്തിലുള്ള അവരുടെ ഇമേജ് വളരെ പ്രധാനമാണ്. മറ്റുള്ളവരെല്ലാം അവരെ പുകഴ്ത്തണമെന്നും ബഹുമാനിക്കണമെന്നും ഉള്ളിന്റെ ഉള്ളിൽ അവർ ആഗ്രഹിക്കുന്നു. സമൂഹത്തിന് മുന്നിൽ ഒരു സൽസ്വഭാവിയായി അഭിനയിച്ചാൽ മാത്രമേ ഈ അംഗീകാരം കിട്ടുകയുള്ളൂ എന്നവർക്കറിയാം. എന്നാൽ തങ്ങളെ വിട്ടുപോകില്ല എന്നുറപ്പുള്ളവരുടെ മേൽ അവരുടെ ഇൻസെക്യൂരിറ്റിയും ദേഷ്യവും തീർക്കുന്നു. ഇതിലൂടെ ഞാനാണ് നിന്നേക്കാൾ പവർഫുൾ എന്നുള്ളവരുടെ മിഥ്യാധാരണ കൂടുതൽ ദൃഢമാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. പുറത്തുള്ളവരോട് വളരെ നന്നായി പെരുമാറുന്നതുകൊണ്ട് അവർ പ്രിയപ്പെട്ടവരെ മാനസികമായോ ശാരീരികമായോ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല. ഇതാണ് അവരുടെ പ്രധാന ആയുധം. ഇരയാക്കപ്പെടുന്ന വ്യക്തിയിൽ നീ പറയുന്നതൊന്നും ആരും വിശ്വസിക്കില്ല, കാരണം ലോകം മുഴുവൻ എന്നെ സ്നേഹിക്കുന്നു എന്ന ശക്തമായ തോന്നലുണ്ടാക്കാൻ ഇവർക്ക് സാധിക്കുന്നു. ഇതുപോലെ രണ്ടു മുഖമുള്ള സ്വഭാവം കാണിക്കുന്ന വ്യക്തികളോട് അടുത്തിടപഴകുന്നവർ സ്വന്തം മാനസിക നിലയെപ്പോലും സംശയിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ് വളരെ സങ്കടകരമായ കാര്യം. ഈ അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിന്റെ സഹായം തേടുക. ടേക്ക് കെയർ.